ശ്രീ സേനാപതി വേണു ഇപ്പോൾ അന്ന് മോദി നടത്തിയ പ്രസംഗം പോലെ തന്നെ ഇന്ന് അദ്ദേഹം നടത്തിയ വിശദീകരണവും വാരാണസിയിലെ ഈ പത്രികാ സമർപ്പണ ദിവസം തന്നെ അദ്ദേഹം നടത്തിയ ഈ വിശദീകരണവും ഇതും ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. കാരണം അന്ന് പറഞ്ഞത് അത് ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന് NDAക്കും BJPക്കും മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം ഒരു തിരുത്തൽ വരുത്തിയതാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. അല്ല മഞ്ജുഷ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂസ് 18 അദ്ദേഹം നൽകിയ അഭിമുഖത്തെ കുറിച്ചാണ്. അപ്പോ ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തികച്ചും ഒരു യൂട്ടേൺ ആണ് ഇന്ന് അദ്ദേഹം എടുത്തത്. ഇന്ന് അദ്ദേഹം പറഞ്ഞ എന്താ, മുസ്ലിം ലോഗ് മേരാ പടോസി ഹേ, ബച്പൻ സെ മേരാ ദോസ്തി ഹേ ഉൻസെ. അപ്പോൾ അവരെല്ലാം എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ അയൽവാസികളെല്ലാം മുസ്ലിംസ് ആണ്, ഞാനൊരു മുസ്ലിം വിരുദ്ധനല്ല എന്നൊക്കെയാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ അഭിമുഖത്തിൽ. പക്ഷേ ഇന്നലെ വരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇവിടെ ശ്രീജിത്ത് പണിക്കർ അതിനെ ഭംഗിതരനെ മൂടി വെച്ചുകൊണ്ടാണ്. ഇന്നലെ വരെ അദ്ദേഹം നടത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ എല്ലാ പ്രചരണങ്ങളും അത് അടിസ്ഥാനപരമായി മുസ്ലിം വിരുദ്ധതയായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താ, കർണാടകത്തിൽ കോൺഗ്രസ് മുസ്ലിമിന് സംരക്ഷണം കൊടുക്കുന്നു, തെലുങ്കാനയിൽ ഞങ്ങൾ സംരക്ഷണം കൊടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജബ് മോദി ജിന്ദാ ഹേ മുസൽമാനോങ്കോ ആരക്ഷൺ ദേന നൈ ദൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിംസിന് സംവരണം കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഒരു വേദിയിലില്ല, പല വേദിയിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതൊന്ന്. ഇനി മുസ്ലിം സമുദായത്തെക്കുറിച്ച് മൊത്തത്തിലുള്ള അദ്ദേഹത്തിന്റെ തന്നെ ഗുസ്ബടിയൊക്കെ എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറ്റക്കാരാണ്, ജാഥാ ബച്ചേ പൈദാ കർണേവാല. അപ്പോ ഏതൊക്കെ രീതിയിൽ അവരെ ആക്ഷേപിക്കാമോ അത് മാത്രമാണോ? കോൺഗ്രസിനെതിരെ ചൊരിഞ്ഞ ആരോപണങ്ങൾ എന്താണ്? വനിതകളോട് പറയുകയാണ്, നിങ്ങളുടെ താലിമാല വരെ കോൺഗ്രസ്സുകാരൻ പറിച്ച് മുസ്ലിമിന് കൊടുക്കാൻ പോകുന്നു, ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷന് മുസ്ലിം ആണെന്ന കാരണത്താൽ അവർക്ക് റിസർവേഷൻ കൊടുക്കാൻ പോകുന്നു, രാജ്യത്തിന്റെ സ്വത്ത് കവർന്നെടുത്തുകൊണ്ട് അതിന് സാമ്പത്രോതയുടെയോ അതല്ല എങ്കിൽ എന്താ പറയുക. പക്ഷേ ഇന്നത്തെ അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞത് യൂട്ടേൺ ആണെന്ന്. ഇന്നത്തെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അങ്ങനെ ഹിന്ദു മുസ്ലിം വേർതിരിവ് എന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല. ഈ അല്ലല്ല ഈ വംശവർദ്ധനവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അദ്ദേഹം മുസ്ലിം എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാവപ്പെട്ടവരുടെ വീടുകളിലും അങ്ങനെ ഉണ്ടാവുമല്ലോ, അതേക്കുറിച്ചാണ് പ്രതിപാദിച്ചത് എന്ന് അദ്ദേഹം വിശദീകരണം നൽകുകയാണ്. അല്ല മഞ്ജുഷ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ വിഷ്വലുകൾ ഉണ്ടെങ്കിൽ ആ വിഷ്വലുകൾ രണ്ടാമതൊന്ന് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രസംഗിച്ചത് മുഴുവൻ മുസ്ലിം വിരുദ്ധത, മുസ്ലിം സമുദായത്തിനെതിരെ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് കേട്ടുമല്ലോ താങ്കൾ. അതിൽ ശ്രീജിത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞതിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗമാണ്. അതിൽ പ്രധാനമന്ത്രി പറഞ്ഞതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വന്നു എന്നുള്ളതാണ്. ഒരു സെക്കൻഡ്, മൻമോഹൻ സിംഗ് പറഞ്ഞ പ്രസംഗം, ആ പ്രസംഗത്തിനകത്ത് എന്താണ് അദ്ദേഹം പറഞ്ഞത്? വെൽത്ത് ഓഫ് ദ കൺട്രി ഇറ്റ് ഈസ് ടു ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് SC, ST, ആദിവാസീസ്, ദളിത് ആൻഡ് എമംഗ് മുസ്ലിംസ് അക്കോർഡിംഗ് ടു ദയർ ഷെയർ. അതില് SC, ST, പിന്നോക്കക്കാര്, ആദിവാസി, ദളിതരെ ഇതിനെ എല്ലാം മാറ്റിയതിനു ശേഷം മുസ്ലിം എന്നുള്ളത് മാത്രം എടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പിന്നീട് PMOയുടെ വിശദീകരണമായിരുന്നില്ലേ? പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന്റെ വിശദീകരണമായിരുന്നുവല്ലോ അത് പ്രസംഗത്തിന് ശേഷം. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്നത്തെ പ്രസംഗം, ആ പ്രസംഗത്തിന്റെ എന്താ പറഞ്ഞേ പത്രക്കുറിപ്പുകളും അതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിശദീകരണങ്ങളും ഇപ്പോഴും ലഭ്യമാണ്. ആ ലഭ്യമായ വിഷയത്തിൽ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹം മുസ്ലിം എന്ന പദം പറഞ്ഞിരിക്കുന്നത് 4-മോ 5-മോ ആണ്. ബാക്കി അതിനു മുമ്പ് ഞാൻ പറഞ്ഞ SC, ST അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. ശ്രീജിത്ത് എന്താണ്? അല്ല, മൻമോഹൻ സിംഗിന്റെ പ്രസ്താവന പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയും അതിന് ഉണ്ടായിരുന്ന വിശദീകരണവും രണ്ട് കാര്യങ്ങളാണ്. ശ്രീ സേനാപതി വേണു ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഞാൻ മൂടി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹമാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച്, അതായത് നമ്മുടെ നാട്ടിലുള്ള വിഭവങ്ങളിലുള്ള ആദ്യാവകാശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്കായിരിക്കണം, അതിൽ വിശിഷ്യ മുസ്ലിങ്ങൾക്കായിരിക്കണം എന്ന് പറയുന്നു. അപ്പൊ മുസ്ലിങ്ങൾക്ക് മറ്റുള്ള ന്യൂനപക്ഷങ്ങളിൽ നിന്ന് എന്താണ് വിഭിന്നത, അവർക്ക് സവിശേഷമായിട്ടുള്ള പ്രാഥമിക അവകാശം നൽകുന്നതിന് എന്താണ് കാരണം എന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നില്ല. ഇതൊരു നാക്കുപിഴയല്ല, കാരണം അദ്ദേഹം തയ്യാറാക്കി വന്ന് അവതരിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ പിന്നീട് PMOയുടെ റിലീസ് വന്നപ്പോൾ ഇതിൽ വിശദീകരണം നൽകിയതും കൂടി ഉണ്ടായല്ലോ അല്ലേ? അതല്ലേ സേനാപതി വേണു പറഞ്ഞത്? അത് അദ്ദേഹം പറയുന്നു. അല്ല, PM ഓഫീസിന്റെ വിശദീകരണം അതേക്കുറിച്ച് പിന്നീട് വന്നല്ലോ, വിവാദമായതിനു ശേഷം. വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയും വിശദീകരണവും രണ്ടാണ്. അപ്പൊ പ്രസ്താവനയും വിശദീകരണവും ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോ
നരേന്ദ്രമോദിയുടെ പ്രസ്താവനയും വിശദീകരണവും ഒന്നാണ് എന്ന് ശ്രീ സേനാപതി വേണു അംഗീകരിക്കേണ്ടി വരും. രണ്ട്, അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞത്, മോദി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇവിടെ എന്താണ് മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ നൽകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. നേരെ മറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന്റെ എക്സാക്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ NDTV BJP അനുകൂല മാധ്യമമല്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആസ് ലോങ് ആസ് മോദി ഈസ് അലൈവ്, മോദി ജീവനുള്ള കാലത്തോളം, ഐ വിൽ നോട്ട് ലെറ്റ് റിസർവേഷൻസ് ഓഫ് ദളിറ്റ്സ്, ആദിവാസീസ്, OBCs to be given to Muslims on the basis of religion. ദളിതർക്കും ആദിവാസികൾക്കും OBC വിഭാഗങ്ങൾക്കും നൽകുന്ന റിസർവേഷൻ മതാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളിലേക്ക് പോകാൻ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു വിഭാഗത്തിന് നൽകുന്ന റിസർവേഷന്റെ ആനുകൂല്യം മതത്തിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുക, ഇവരുടേത് കവർന്നെടുത്ത് കൊടുക്കുന്നത് ഞാൻ അനുവദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് മറുപടി. അതോടൊപ്പം തന്നെ അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കുറിച്ച് വന്ന വ്യാഖ്യാനങ്ങളെയും പ്രചാരണങ്ങളെയും കുറിച്ച് ഇന്ന് മറുപടി നൽകുകയുണ്ടായി. അതപ്പോൾ അതൊരു തിരുത്തലായിട്ട് താങ്കൾ കാണുന്നു ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ കാര്യം അദ്ദേഹം ഇന്ന് വിശദീകരിച്ചു. അത് സമ്മതിക്കുന്നുണ്ടോ താങ്കൾ? അല്ല, ഞാൻ പറഞ്ഞത് മോദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ല. അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാ ജബ് മോദി ജിന്ദാഹെ. ഇപ്പോ ഈ ഏതോ ഒരു മാധ്യമത്തിന്റെ വിശദീകരണം, ഞാനത് കണ്ടില്ല, വിശദീകരണം ഞാൻ കേട്ടില്ല. പക്ഷെ ഈ പ്രസംഗത്തിന്റെ ലൈവ് വിഷ്വൽ ഇപ്പോഴും ഉണ്ടല്ലോ. ഇവിടെ മോഹൻ വർഗീസ് സാറുണ്ട്, അദ്ദേഹവും നല്ലപോലെ ഹിന്ദി അറിയാവുന്ന ആളാണ്, വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. അത് കേട്ട് കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ഇനി എന്നെ ഒന്ന് തുടരാൻ അനുവദിക്കാം. ഇന്ന് എന്തുകൊണ്ടാണ് മോദി ഇങ്ങനെ ഒരു ടേണിലേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ജാനുവരി മാസം 22-ാം തീയതിയിലെ സ്ഥിതി എന്താ? 400+ അല്ലെങ്കിൽ 370 BJPക്ക് സ്വന്തമായി. അത് പടിപടിയായി വന്ന് ഇങ്ങ് മാറിയിട്ട് അത് 400 പോയി 350 320 ഇപ്പോ കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ്. മഞ്ജുഷേ, താങ്കൾ പറയുന്നതിന് കാരണം കഴിഞ്ഞ തവണയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണ മഹാരാഷ്ട്ര, കർണാടക ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വ്യത്യാസം വന്നേക്കാം. അതിനും അപ്പുറം താങ്കൾ കാണുന്നത് എന്തൊക്കെയാണ്? അല്ലല്ല, ഇപ്പോൾ ക്ലീൻ സ്വീപ്പ് ചിലപ്പോൾ രാജസ്ഥാനിലും അതുപോലെ തന്നെ എവിടെയാണ് ബീഹാറിലും ഹരിയാനയിലും, അവിടെ മൂന്നിടത്തും കഴിഞ്ഞ തവണ ക്ലീൻ സ്വീപ്പ് ആയിരുന്നുവല്ലോ. രാജസ്ഥാനിലും ഹരിയാനയിലും ക്ലീൻ സ്വീപ്പ് ആയിരുന്നു. മുഴുവൻ സീറ്റുകളും BJPക്ക് കിട്ടി. ബീഹാറിൽ ഒരു സീറ്റ് മാത്രം NDAക്ക് നഷ്ടപ്പെട്ടു. ഇതായിരുന്നുവല്ലോ. അവിടെ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ, എന്നാലും അവിടെ NDA തന്നെയാവും മുന്നിലെത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പിന്നെ എവിടെയാണ് പ്രശ്നമുണ്ടാക്കുന്നത്? ഇപ്പോൾ മധ്യപ്രദേശിൽ, ഗുജറാത്തിൽ, ഇവിടെയൊക്കെ എന്ത് മാറ്റത്തിനാണ് സാധ്യത കാണുന്നത്? ഉത്തർപ്രദേശിൽ എന്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം വല്ലാതെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 48 സീറ്റുള്ള 42 സീറ്റുള്ള ബംഗാള്, അതുപോലെ തന്നെ ഇപ്പം ഹരിയാന 10 സീറ്റും പൂർണ്ണമായിട്ടും ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യം അത് ഞാൻ പറഞ്ഞു. ഹരിയാന ക്ലീൻ സ്വീപ്പ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മുഴുവൻ സീറ്റും നേടിയ രാജസ്ഥാൻ, ഹരിയാന, പിന്നെ ഒരു സീറ്റ് നഷ്ടപ്പെട്ട ബീഹാർ, ഇവിടങ്ങളിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതിനുമപ്പുറം കഴിഞ്ഞ തവണ തൂത്തുവാരിയ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഇവിടെയൊക്കെ എന്ത് ചേഞ്ച് ഉണ്ടാകാനാണ്? ഉത്തർപ്രദേശ് ചിലപ്പോൾ കൂടിയേക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. 7 സീറ്റുകൾ സമ്പൂർണ്ണമായും BJPക്ക് കിട്ടിയ ഡൽഹി 6 സിറ്റിംഗ് MPമാരെ മാറ്റി. എന്തുകൊണ്ടാണ്? കാരണം ആന്റി എൻകംബൻസി അവിടെ ഉണ്ട്. ഇപ്പോ അവിടെ 4-3 കോൺഗ്രസ് 3 സീറ്റിലും മത്സരിക്കുന്നു, ആം ആദ്മി പാർട്ടി 4 സീറ്റിലും മത്സരിക്കുന്നു. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഞാൻ മഞ്ജുഷെ ഒരു ചരിത്രം ഞാൻ മഞ്ജുഷിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് 1975 ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ കുറിച്ച് ജയപ്രകാശ് നാരായണൻ അന്ന് പറഞ്ഞൊരു കാര്യം വിനാശകാലെ വിപരീത ബുദ്ധി എന്ന. പിന്നീട് ഖുഷ്വന്ത് സിംഗും അതുപോലെ തന്നെ അന്നത്തെ പ്രമുഖരായ പത്രലേഖകർ അവരൊക്കെ പിന്നെ ഇല്ലുസ്ട്രേറ്റഡ് വീക്കിലിയിലൊക്കെ ഖുഷ്വന്ത് സിംഗ് എഴുതിയിരുന്നത് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ ഇന്ദിരാഗാന്ധി വേറെ ഏതെങ്കിലും ഒരു ലൈനാണ് സ്വീകരിച്ചത് എങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്നും. ഇവിടെ ഞാൻ പറയുന്നു, ആ 75-ന് സമാനമായ ഒരു സാഹചര്യം 2024 ഉണ്ടായിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെ, അല്ലെങ്കിൽ ഇവർ പറയുന്ന തൃപ്തികരമല്ലാത്ത വിശദീകരണത്തിൽ ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ 16-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. 22-ാം തീയതി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. 51 ദിവസം ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നു. ഞാൻ പറയുന്നു, അത് ഡൽഹി, പഞ്ചാബ്, അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ചെറിയ സ്റ്റേറ്റുകൾ, ഹരിയാന, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഇവിടങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ്
അത് ഒരു സംശയവും വേണ്ട. അത് ഈ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ